മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും കൂട്ടബലാത്സംഗവും നടത്തിയ കേസിൽ അന്വേഷണം സിനിമാ സീരിയൽ താരങ്ങളിലേക്കും. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ചില താരങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. താരങ്ങൾക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. അതിനിടെ കേസിലെ പ്രതി അലീന പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നു. മുഖ്യപ്രതി സിന്ധുവിന്റെ മകളുടെ കമ്പനിയായ അലീസ ഇവന്റ്സിന്റെ മറവിലാണ് മനുഷ്യക്കടത്തും കൂട്ടബലാത്സംഗവും നടന്നതെന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരുന്നത്. ചില സിനിമാ സീരിയൽ താരങ്ങൾക്ക് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ പരാതിക്കാരൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ സീരിയൽ മേഖലയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചത്. കേസിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയാൽ താരങ്ങളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. ബാക്കി ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടോ എന്ന് ഇൻഡെപ്ത് ആയിട്ട് പോകാൻ നമുക്കൊരു SIT ഒരു IPS ഓഫീസറുടെ നേതൃത്വത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു വലിയ ടീമും കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ബന്ധമുണ്ട്, ഒരു മതിയായിട്ട് തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് അന്വേഷിക്കും. കേസിൽ പ്രതിയായ അലീന പരാതിക്കാരിക്ക് അയച്ച ഭീഷണി സന്ദേശവും പുറത്തുവന്നു. അയാൾ വിടില്ലെന്നും പണി തരുമെന്നും പറഞ്ഞാണ് പോലീസിൽ പരാതി നൽകിയ യുവതിയെ ഭീഷണിപ്പെടുത്തിയത്. ആൺ സുഹൃത്തായ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനെ കുറിച്ചാണ് അലീനയുടെ പരാമർശമെന്നാണ് പോലീസ് നിഗമനം. നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വെടിവയ്ക്കും, പക്ഷെ അയാള് തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. അതിനിടെ സെക്സ് റാക്കറ്റിനെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഓരോ തവണയും ലൈംഗിക ചൂഷണം നടക്കുമ്പോൾ 25,000 രൂപയാണ് റാക്കറ്റിന് ലഭിച്ചത്. അങ്ങനെ ഒരു ദിവസം ലക്ഷങ്ങളുടെ ഇടപാട്. 57 ദിവസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ദുബായിൽ എത്തിച്ചതെന്നും യുവതികളുടെ ചിത്രങ്ങൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് ഇടപാട് ഉറപ്പിച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.